അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതപ്രസ്ഥാനിക ബന്ധുക്കൾക്ക് ഇസ്ലാമിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. സ്റ്റേജിലും സദസ്സിലുമുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യക്തിത്വങ്ങളെ, നേതാക്കന്മാരെ, എനിക്ക് മുമ്പ് ഒരുപാട് പേർ ഇവിടെ സംസാരിക്കുകയും ഇവിടെ ആശംസ നേരുകയും ചെയ്ത പ്രമുഖ വ്യക്തിത്വങ്ങളെ, നമുക്കൊക്കെയും ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഇഫ്താർ വിരുന്നിൽ നമുക്ക് സംഗമിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോവുകയും സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മങ്കരയുടെ ഈ ഓരത്ത് നിന്ന് നമ്മൾ ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് ആ വ്യക്തിത്വത്തെ നമ്മിലേക്ക് തന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് PMSA പൂക്കോയത്തങ്ങൾ എന്ന പൂമരത്തെയും നമ്മൾ ഓർത്തു പോവുകയാണ്. PMSA പൂക്കോയത്തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ചരിത്രത്തിൽ നിന്നും രേഖപ്പെട്ട് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാമങ്ങൾ, അന്ത്യനിമിഷങ്ങൾ തൻ്റെ വീടിൻ്റെ ജനാലയോട് ചേർത്തിട്ടായിരുന്നു അദ്ദേഹം തൻ്റെ കട്ടില സ്ഥാപിച്ചിരുന്നത് എന്നാണ്. അങ്ങനെ കട്ടില സ്ഥാപിക്കുമ്പോൾ ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണുകയും കുശലമന്വേഷിക്കുകയും എത്രയോ പ്രശ്നങ്ങൾക്ക് പൂരണം സിദ്ധിക്കുകയും ചെയ്ത PMSA പൂക്കോയ തങ്ങളുടെ പരമ്പരകൾ നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുക മദീനയുടെ പൂനിലാവ് പരത്തിയ സൗഹൃദത്തിൻ്റെ ആകാശങ്ങൾ സൃഷ്ടിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്കും അവിടുത്തെ ദർശനത്തിലേക്കുമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ ചുറ്റുപാടുകളും വിശ്വാസത്തിൻ്റെ ആഴിയും നിറഞ്ഞ ഈ മുസ്ലിം സമൂഹത്തിലും, അതല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളിൽ പോലും അന്യമതത്തിൻ്റെ വിശ്വാസികളെയും, അവൻ അയൽക്കാരനാണെങ്കിൽ പോലും, അവൻ അന്യമതവിശ്വാസിയാണെങ്കിൽ പോലും അവനെ സ്നേഹിക്കണമേ എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ്റെ വചനങ്ങളിലാണ് ഇത്തരം സൗഹാർദ്ദ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാൻ ഹേതു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകം അനുഭവിക്കുന്ന പ്രശ്നം സമ്പത്തിൻ്റെ പ്രശ്നമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സകല ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം സ്നേഹശൂന്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധിമാൻ്റെ ഒരു വാക്കുണ്ട്, ലൈഫ് ഈസ് ടു ഷോർട്ട് എ ക്വാറൽ. ജീവിതം കലഹിച്ച് നടക്കാൻ മാത്രം ധൈര്യമുള്ളതല്ല എന്ന്. ഹേർട്ട് ഹാസ് ടു പ്രീഷ്യസ് ടു ബ്രേക്ക്. മനസ്സുകൾ തകർത്ത് കളയാൻ മാത്രം വില കുറഞ്ഞതല്ല എന്ന്. അതുകൊണ്ട് ഷേക്ക് ഹാൻഡ്സ്, ലെറ്റ് അസ് ബി ഫ്രണ്ട്സ്. ആയതിനാൽ ഹസ്തദാനം ചെയ്ത് സ്നേഹിതരായി ജീവിക്കണമെന്ന ഒരു ബുദ്ധിമാൻ്റെ വാക്കുകൾ നമ്മെ ചെന്ന് കൊണ്ടെത്തിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബത്ത്, ഒരു അനുയായി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രവാചകരെ, നമ്മുടെ മതത്തിൽ ഏറ്റവും കൂലിയുള്ള കാര്യം ഏതെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, നീ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യലാണ്, നീ സലാം പറയലാണ്, അതുപോലെ തന്നെ പാവപ്പെട്ടവന് ഇതുപോലെയുള്ള ഇഫ്താറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലുമാണ് എന്ന വചനങ്ങളിലേക്കാണ് നമ്മെ ചെന്ന് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ രാജേഷ് നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ റംസാനിൽ പോലും സക്കാത്ത് കൊടുക്കലുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞു, നജഫ് എന്ന വീടിലാണ് ആ പേര്. എൻ്റെ വീടിൽ, ഞാൻ താമസിക്കുന്ന വീടിനിക്ക് നജഫ് എന്നാണ് കണ്ണൂരുള്ള എൻ്റെ വീട്ടിൻ്റെ പേര്. പലപ്പോഴും പല മുസ്ലിങ്ങളും നജഫ് എന്ന് കണ്ടപ്പോൾ ഇത് മുസ്ലിമിൻ്റെ വീടാണ് എന്ന് കരുതിയിട്ട് വന്നപ്പോൾ അദ്ദേഹം തിരിച്ചയക്കാറില്ല, അദ്ദേഹവും സക്കാത്ത് കൊടുക്കാറുണ്ട് എന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഉടമയുടെ, ഒരു ഹൃദയത്തിൻ്റെ ഉടമയായ രാജേഷ് നമ്പ്യാറാണ് നമ്മുടെ ഈ സംഗമത്തിൻ്റെ വിശിഷ്ടാതിഥിയായത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ്. അതുപോലെ തന്നെ വിവിധ CPM-ൻ്റെ, അതുപോലെയുള്ള കോൺഗ്രസിൻ്റെ, അതുപോലെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഗമിക്കുന്ന ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയുടെ ഒരു വിശാലമായൊരു വാക്കാണ്, ഇസ്ലാം ദ സിവിലൈസ്ഡ് സ്പൈൻ.
സ്പെയിനിൽ ഇസ്ലാമിക സാംസ്കാരികം സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്പെയിനിൽ നൽകിയ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെടുത്ത് അദ്ദേഹം പറയുകയാണ്, ദ വേൾഡ് ഗോസ്പൽ ടു ബ്രദർഹുഡ്, ലോകത്ത് സാഹോദര്യത്തിൻ്റെ സുവിശേഷമോദിയത് ഇസ്ലാമാണ് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ പഠിച്ച ലോകത്തിൻ്റെ ബുദ്ധിജീവികളുടെ വാക്കുകളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടമെടുത്ത വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ നല്ല മനസ്സുകൾ ഇവിടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരായിരിക്കാം, പക്ഷേ നമ്മൾ കാണുന്ന ഈ ബഹുസ്വരത, ഈ നന്മയോടുള്ള സ്നേഹം അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ എമ്പാടുമുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം തന്നെ കാരുണ്യമാണ്. ആ ദൈവമയച്ച അവിടുത്തെ ദൂതനും കാരുണ്യത്തിൻ്റെ ദൂതനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് അവിടുത്തെ ഇസ്ലാം മതം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ അവിടെ നിന്ന് നൽകിയ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് കാരുണ്യവും സ്നേഹവുമാണ്. സ്നേഹത്തിന് ഓരോ അധ്യായം തുടങ്ങുമ്പോഴും കാരുണ്യത്തിൻ്റെ ദൈവത്തിൻ്റെ പേര് പറയാതെ തുടങ്ങാറില്ല എന്നതും ഇസ്ലാം അനുശാസിക്കുന്ന സ്നേഹത്തിൻ്റെ അളവറ്റ ആഴിയാണ് നമ്മെ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊക്കെയും തർക്കിക്കാനുള്ളതല്ല, അവൻ വെളിച്ചത്തെ അന്വേഷിച്ച് പോവുകയും വെളിച്ചത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് മങ്കരയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വിശാലമായ റംസാനിൻ്റെ സന്ദേശം. പട്ടുനൂൽ പുഴു പോലും നോമ്പനുഷ്ഠിക്കലുണ്ട് എന്നും കോഴി പോലും ഉപവസിക്കലുണ്ടെന്നും വൃക്ഷം പോലും ഒരു വർഷത്തിൽ അതിൻ്റെ ഇലകളൊക്കെ പൊഴിച്ച് ഉപവസിക്കലുണ്ടെന്നും ശാസ്ത്രം പറയുമ്പോൾ, എൻ്റെ കൂടെയുള്ള സജീവോദരയായാലും അതല്ലെങ്കിൽ രാജേഷ് നമ്പ്യാറായാലും ഇവരൊക്കെയുടെയും ഉള്ളിലുള്ള അവരുടെ മതത്തിലുള്ള ഉപവാസങ്ങൾ പഠിപ്പിക്കുന്നതിൽ സമുന്നതമായ ഒരു ഉപവാസം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഉപവാസമാണ് എന്ന ബുദ്ധിജീവികൾ പോലും സമർത്ഥിക്കുമ്പോൾ, പ്രവാചകനായ യേശുക്രിസ്തു അതല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സദസ്സിൽ വെച്ച് തൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതര മതവിശ്വാസികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു പോയ വാക്കുകളായിരിക്കാം ഒരുപക്ഷേ ഈ യേശുക്രിസ്തുവിൻ്റെ അതല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാചകങ്ങൾ. ഒരു കൊച്ചുകുട്ടിയെ വിളിച്ച് വേദിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ യേശു പഠിപ്പിക്കുകയാണ്, ഇതുപോലെ നിഷ്കളങ്കമായി നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങളും സ്വർഗസ്ഥനാകുന്നത് എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഇസ്ലാമിൻ്റെ റംസാനിൻ്റെ സന്ദേശവും കാരുണ്യത്തിൻ്റെ സന്ദേശമാണ്, സ്നേഹത്തിൻ്റെ സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്.